ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ വർഗീയവാദിയാക്കിയും താറടിച്ചു കാണിക്കാനും ശ്രമിച്ച സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. കോയമ്പത്തൂർ കലാപത്തിലൂടെ ഉയർന്നു വന്ന നേതാവാണ് CP രാധാകൃഷ്ണനെന്നും കലാപത്തിൽ ഹിന്ദു മുന്നണിയെ നയിച്ച നേതാവാണെന്നുമാണ് ഉപരാഷ്ട്രപതിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ലേഖനത്തിന്റെ കാതൽ. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ സമസ്തയുടെ മുഖപത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. അദ്ദേഹത്തിനെതിരെയാണ്, അദ്ദേഹത്തെ വർഗീയവാദി ആയി ചിത്രീകരിച്ചുകൊണ്ടുള്ള തികച്ചും തെറ്റായ മുഖപ്രസംഗമാണല്ലോ സുപ്രഭാതത്തിൽ വന്നിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അനഘ. വിനോദ്, സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. അതായത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണനെ താറടിച്ചും അതുപോലെ തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുമാണ് സുപ്രഭാതത്തിൽ ആ ലേഖനം നൽകിയിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയിലൂടെ ആ കലാപത്തിലൂടെ ഉയർന്നു വന്ന നേതാവാണ് ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ എന്നാണ്. മാത്രമല്ല, തമിഴ്നാട്ടിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച ഹിന്ദു മുന്നണിയുടെ നേതാവായിരുന്നു, അതിന് നേതൃത്വം നൽകിയ ആളാണ് CP രാധാകൃഷ്ണൻ എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ കൃത്യമായി തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് CP രാധാകൃഷ്ണൻ എന്ന ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ അദ്ദേഹത്തെ താറടിച്ചും വർഗീയവാദിയാക്കി കാണിക്കാനുമുള്ള ശ്രമമാണ് സമസ്തയിലെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലെ എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നത്. ഒരു മുഴുനീളെ ഇത്തരത്തിൽ ഈ CP രാധാകൃഷ്ണനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വസ്തുതാവിരുദ്ധവും നുണപ്രചാരണം കൂടിയാണ് എന്നതാണ്. മറ്റൊന്ന്, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് അത്ര വലിയൊരു പദവിയാണ്. ആ പദവിയോടുള്ള ബഹുമാനം പോലും കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വ്യക്തിയെ അപമാനിക്കുകയും വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആ ലേഖനം മുഴുനീളെ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും അവസാനം ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും പിഴവില്ലാത്ത കച്ചവടക്കാരനായിരുന്നു ഈ CP രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പരിഹാസ രൂപേണയാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിൽ അദ്ദേഹം മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ ആളായിരുന്നു, അതിന് നേതൃത്വം നൽകിയ ആളായിരുന്നു, ഹിന്ദു മുസ്ലിം വർഗീയതയ്ക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിലൂടെയാണ് ഉയർന്നു വന്ന നേതാവാണ് CP രാധാകൃഷ്ണൻ എന്നതടക്കമുള്ള ഒരു വസ്തുതയുമില്ലാത്ത നുണപ്രചാരണമാണ് ആ ലേഖനത്തിൽ സമസ്തയുടെ പത്രമായിട്ടുള്ള സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലാണ് ഈ രീതിയിൽ ഉപരാഷ്ട്രപതിയെ കുറിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ സുപ്രഭാതത്തിലെ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് എന്നതാണ്. കാരണം CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്, അത് ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഇത്തരത്തിലൊരു കാര്യങ്ങൾ പറയുമ്പോൾ ജാഗ്രത പുലർത്തണം. ഈ രീതിയിലുള്ള നുണപ്രചരണം നടത്താൻ പാടില്ല. മറ്റൊന്നുമല്ല, ഒരു കലാപത്തിലൂടെയൊക്കെ ഉയർന്നു വന്ന നേതാവാണ്, കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവാണ്, ഹിന്ദു മുസ്ലിം എന്ന ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആ സുപ്രഭാതത്തിലെ ആ ലേഖനത്തിൽ പറയുന്നത്. ഈ ലേഖനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനം സമസ്തക്കെതിരെയും സുപ്രഭാതത്തിനെതിരെയും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ BJPയുടെ അടക്കം പ്രതികരണം തേടേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. വിനോദ്, തീർച്ചയായും സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ വർഗീയവാദിയാക്കി താറടിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം വന്നിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമാകുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.